റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ, യോജിച്ചവ ചേർക്കാം എന്നാണ്. അതിൻ്റെ താഴെ 5 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇടത് സൈഡിലൂടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്തതാണ് വേണ്ടത്. ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇടത് കാൽ വെച്ചു ഇറങ്ങുക, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, വൃത്തി, സലാം പറയുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ഇതൊക്കെയാണ് ആൻസറുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കാണാം. ഒന്നാമത്തെ ചോദ്യം ഈമാനിൻ്റെ ഭാഗമാണ്. സിമ്പിളാണ്, ഇതാണ് അതിൻ്റെ ആൻസർ. ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി, അല്ലേ? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തേത് വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ. വീട്ടിൽ പാലിക്കേണ്ട കുറേ അദബുകളുണ്ട്. അതിലൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണത്? എന്താണ് അതിൻ്റെ ആൻസർ? സലാം പറയുക. അത് വീട്ടിൽ പാലിക്കേണ്ട ഒരദബാണ്. അപ്പോൾ അതിൻ്റെ നേരെ സലാം പറയുക എന്ന് എഴുതാം. അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ്. മൂന്നാമത്തേത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. മരണാനന്തരം, അതോ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന, കൂലി കിട്ടുന്ന പുണ്യകർമ്മമാണ് ഏത്? എന്താണ് അതിൻ്റെ ആൻസർ? മൂന്നാമത്തത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മനസ്സിലാകാൻ വേണ്ടി നമ്പർ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ആൻസർ, മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ഇനി നാലാമത്തത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ വായിച്ചു നോക്കി അതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഇതാണ് ആൻസർ. ഇടതുകാൽ വെച്ച് ഇറങ്ങുക. അതേപോലെ പ്രവേശിക്കുമ്പോഴാണെങ്കിൽ വലതുകാൽ വെച്ച് ഇറങ്ങുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയിലിരിക്കട്ടെ, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് ഇറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, അതിനോട് യോജിക്കുന്നത്. അഞ്ചാമത്തത് വൃത്തിയുള്ള കൽബിന്. വൃത്തിയുള്ള കൽബിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം, അല്ലേ? തിന്മകളിൽ നിന്ന്. വൃത്തിയുള്ള കൽബിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, അതിൽ ഒന്ന് ഇവിടെ കൊടുത്തേക്കാണ്. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം. വൃത്തിയുള്ള പരിസരത്തിനും അതേപോലെ വൃത്തിയുള്ള കൽബിന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൃത്തിയുള്ള ശരീരത്തിനൊക്കെ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ചോദ്യത്തിൽ വരാം. അപ്പോൾ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ വൃത്തിയുള്ള കൽബിന് എന്നുള്ളതിൻ്റെ ആൻസർ. അപ്പോൾ അതേതാ? തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇനി രണ്ടാമതായിട്ട് വ്യക്തമാക്കാം എന്നാണ്. 2 ചോദ്യങ്ങളാണ്. അതിൽ ഒന്ന് എന്താണ് ഒന്നാമത്തെ ചോദ്യം? വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ ചോദ്യത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. വൃത്തിയുള്ള ശരീരത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അത് 3 എഴുതാം. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. ഇനി രണ്ടാമത്തെ എന്താ? വൃത്തിയുള്ള പരിസരത്തിന് വേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം എന്നാണ്. എന്തൊക്കെയാണ്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അവസാന ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടത്. അതിലൊന്നാമത്തെ ചോദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല ഡാഷ്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടതാണല്ലോ. എന്താണ് അതിൻ്റെ ബാക്കി? ലാ ഹൗല കഴിഞ്ഞിട്ട് വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് എഴുതാം. അപ്പോൾ എന്തായി?
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നായി. രണ്ടാമത്തത് വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതി, എന്താണ് ഇവിടെ പ്രകൃതിയെ എന്നാണ് വേണ്ടത്. വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് എന്നാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. നശിപ്പിക്കലാണ്. അപ്പോൾ അത് കംപ്ലീറ്റായി. വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. 3 നള്ളിഫൂ ഡാഷ്. ഇത് ഒരു ഹദീസാണല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നള്ളിഫൂ അഫ്നിയത്തക്കും എന്നാണ്. നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കുവിൻ. നമ്മൾ പഠിച്ചല്ലോ, അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അങ്ങനെ ഹദീസുകൾ വരുമ്പോൾ അർത്ഥം കൂടി പഠിച്ചു വെക്കണം. കാരണം അർത്ഥം എഴുതാനൊക്കെ വരാം, അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ അർത്ഥം എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. 4-മത്തത് ചിന്തയും പ്രവർത്തനവും നന്മകൾ ഡാഷ്. എന്താണ് അവിടെ? നന്മകൾ മാത്രമായിരിക്കണം എന്നാണ് ചേർക്കേണ്ടത്. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. അത് വൃത്തിയുള്ള കൽബിന് വേണ്ട കാര്യങ്ങളാണ്. അതും കൂടി മനസ്സിലാക്കുക. 5-മത്തത് കിബർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. അല്ലേ? അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എന്താണ്? വൃത്തിയുള്ള കൽബിന് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കിബർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി 4-മത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിൽ 3 ചോദ്യങ്ങൾ താഴെയുണ്ട്. അതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. അതിൽ 1-മത്തെ ചോദ്യം വന്നിട്ടുള്ളത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? എന്തൊക്കെയാണ് പ്രകൃതിയിൽ ഉൾക്കൊള്ളുന്നത്? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും. അല്ലേ? എന്തൊക്കെയാണ്? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും. അപ്പോൾ 4 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടണം. മലകൾ, ജലാശയങ്ങൾ, പിന്നെ ജീവജാലങ്ങൾ, അന്തരീക്ഷം. ഇനി 2-മത്തത് അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ഇത് ആരോട് പറഞ്ഞതാണ്? അല്ലേ? വുളു എടുക്കുമ്പോൾ നമുക്ക് ആ സംഭവം അറിയാം. സഅദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ സഅദ് റളിയല്ലാഹു ചോദിച്ചതാണ്, എന്ത്? വുളുയിലും ദുർവ്യയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയാണ് നബി തങ്ങൾ പറഞ്ഞത്. അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും. അപ്പോൾ അതാരാ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടാണ് പറഞ്ഞത്? സഅദ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്നെഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് എന്നെഴുതാം. 3-മത്തത് വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാല് കൊണ്ടാണ് പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാല് ആദ്യം വെച്ചിട്ടാണ് കയറേണ്ടത്? ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു ഇടത് കാലാണെന്ന്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം വെക്കേണ്ട കാല് വലതു കാലാണ്. അപ്പോൾ വലതു കാൽ എന്നെഴുതിയാൽ, ഈ വലത് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 5-മത്തെ ആക്ടിവിറ്റി ക്രമത്തിൽ എഴുതാം എന്നാണ്. അതിലിവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഖൈറൽ മൗലജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ ഖൈറൽ മഖ്റജി വ അലല്ലാഹി റബ്ബിന തവക്കൽന. ഇതാണുള്ളത്. നമുക്കിങ്ങനെ ഓർഡർ ആക്കാം. ഇതിൽ ആദ്യം വേണ്ടത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്നുള്ളതാണ്. 2-മത് എന്താ? ഖൈറൽ മൗലജി എന്നാണ്. 3-മത് വേണ്ടത് വ ഖൈറൽ മഖ്റജി, ഇതാണ്. 4-മത് അതിൻ്റെ അപ്പുറത്ത് വേണ്ടതാ ബിസ്മില്ലാഹി വലജ്ന. പിന്നെ 5-മതായിട്ട് ബിസ്മില്ലാഹി ഖറജ്ന. പിന്നെ അവസാനമായിട്ട് വേണ്ടത് 6-മതായിട്ട് വേണ്ടത് വഅലല്ലാഹി എന്നാണ്. 7-മതായിട്ട് വേണ്ടത് റബ്ബിന തവക്കൽന എന്നാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം? അപ്പോൾ അങ്ങനെയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അങ്ങനെ അത് നമുക്ക് ക്രമത്തിൽ എഴുതാം. ഇനി 6-മത്തെ ആക്ടിവിറ്റി പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം?
പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം. ബ്രാക്കറ്റിൽ 3 എണ്ണം എഴുതാം. ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ, എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 3ാമത്തെ പാഠത്തിൽ പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം എന്നുള്ള പാഠത്തിൽ അതിൽ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കൊടുത്തിട്ട് സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഞാനിവിടെ ആദ്യത്തെ 3 തന്നെ എഴുതാണ്. 3 കാര്യങ്ങൾ: 1 സഹജീവികളെ സംരക്ഷിക്കുക, മറ്റൊന്ന് 2ാമത്തേത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, 3ാമത്തേത് ജലം മലിനമാക്കാതിരിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.